പെരുന്നാളായ പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം. അങ്ങനെ നോമ്പ് പകുതിക്ക് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനം എടുത്ത് നമുക്ക് ഗോസ്റ്റ് സിറ്റി കാണാൻ പോകാമെന്ന്. അങ്ങനെ ഒരു വണ്ടി എടുത്ത് നേരെ ഗോസ്റ്റ് സിറ്റി കാണാൻ പോയി. അതായത് മലേഷ്യയിലെ ഫോറസ്റ്റ് സിറ്റി. പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലൂടെയാണോ പോകണമെന്ന് തോന്നും. തെങ്ങും വാഴത്തോട്ടവും ഒക്കെ നിറഞ്ഞ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, കൂട്ടത്തിന് നല്ല ചാറ്റൽ മഴയും. പെരുന്നാളായതുകൊണ്ട് റോഡൊക്കെ നല്ല കാലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൈനീസ് ഡ്രൈവർ നല്ല കസർത്തി പറത്തിച്ചാണ് വണ്ടി വിടുന്നത്. അയാൾക്ക് അവിടെ പോയി തിരിച്ചു വന്ന് അടുത്ത ട്രിപ്പിന് പോകണം. അതുകൊണ്ടാട്ടോ. കിലോമീറ്റർ മുന്നേ തന്നെ ഫോറസ്റ്റ് സിറ്റിയുടെ ഭാഗങ്ങൾ നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അങ്ങനെ അവിടെ എത്തി. ഇതാണ് ആദ്യം തന്നെ കണ്ട ബിൽഡിങ്. ഇത് അവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. 2006 ഈ പദ്ധതി പ്രഖ്യാപിച്ചതും അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതും. 100 ബില്യൺ റിംഗറ്റാണ് പദ്ധതിക്ക് വേണ്ടി കണക്കാക്കിയ ചെലവ്. മലേഷ്യയിലെയും ചൈനയിലെയും രാജ്യത്തെ വ്യത്യസ്ത 2 കമ്പനികളാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോറസ്റ്റ് സിറ്റി പദ്ധതി പ്രധാനമായി ലക്ഷ്യം വെച്ചത് ചൈനീസ് പൗരന്മാരെയാണ്. ഷങ്കായിലൊക്കെ ഒരു റിവർ വ്യൂ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റൊക്കെ വാങ്ങുന്നതിൻ്റെ പകുതി പൈസക്ക് ഇവിടെ ഇവർ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഓഫർ ചെയ്തിരുന്നു. 2019 കോവിഡും അതുപോലെ ചൈനയിലെ പുതിയ പരിഷ്കാരം $50,000 മുകളിൽ വിദേശ രാജ്യങ്ങളിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പാടില്ല എന്ന പുതിയ പരിഷ്കാരവും ഈ ഫോറസ്റ്റ് സിറ്റി എന്ന ടൗൺഷിപ്പിന് തിരിച്ചടിയായി. ഫോറസ്റ്റ് സിറ്റി എന്ന ഈ ഒരു ടൗൺഷിപ്പ് 20 കിലോമീറ്റർ സ്ക്വയറിലാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇപ്പോൾ ആകെ പണി നടന്ന് പൂർത്തിയായത് 2 കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ്. ഈ പ്രതിസന്ധി കാരണം 7 ലക്ഷം ആളുകൾ താമസിക്കേണ്ട ഈ ഒരു ടൗൺഷിപ്പിൽ ഇപ്പോൾ കേവലം വെറും 6000 ആളുകൾ മാത്രമാണുള്ളത്. ഉള്ളിൽ നല്ല പൂളും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ താമസക്കാർക്ക് വേണ്ടി സജ്ജീകരിച്ചതാവാം. ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പദ്ധതി തുടങ്ങിയ സമയത്ത് പരിസ്ഥിതി പ്രവർത്തകരുടെ ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരുപാട് മരങ്ങളും പിന്നെ കടൽ തീരങ്ങൾ തൂർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പം അതിന് പരിഹാരമായിട്ട് ഓരോ ഫ്ലാറ്റിലും ഓരോ നിലയിലും ഗാർഡനുകളും മരങ്ങളും വ്യത്യസ്തങ്ങളായ പൂക്കളൊക്കെ നട്ട് അതിനെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സൈലൻ്റ് ഏരിയയാണ്, ആരും അങ്ങനെയൊന്നും വരാത്തൊരിടം. ഇതാണ് ഈ ഒരു ഫോറസ്റ്റ് സിറ്റി എന്ന പദ്ധതി പൂർത്തിയാക്കുമ്പോൾ ഇതിൻ്റെ രൂപം ഈ ഒരു രീതിയിലായിരിക്കും. 2 കിലോമീറ്ററോളം നടന്ന് ക്ഷീണിച്ച് നേരെ വിട്ടടുത്തുള്ള മേരി ബ്രൗണിലേക്ക് ഒരു ചെറിയ ബർഗറും ഒരു ചിക്കൻ പീസും കഴിക്കാൻ വേണ്ടി. കാരണം തിരക്കായതുകൊണ്ട് ഏറ്റവും വേഗം കിട്ടുക ബർഗറും ചിക്കൻ പീസാണ്. ബാക്കി അതിലെത്തിന് ഒരു അരമണിക്കൂറെങ്കിലും കാത്തു നിൽക്കണം. അങ്ങനെ സാധനം കിട്ടി. മിനിറ്റുകൾ കൊണ്ട് തന്നെ സാധനം എല്ലാവരും കാലിയാക്കി ബില്ലും പേ ചെയ്ത് നല്ല ഒരുപാട് ഫോട്ടോസുകൾ എടുത്ത് പെരുന്നാൾ അടിച്ച് പൊളിച്ച് റൂമിലേക്ക് വിട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.